നമ്മളിൽ കൂടുതൽ ആളുകളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് നമ്മുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്നുള്ളത്. പല ആളുകൾക്കും കാഴ്ചശക്തി മങ്ങലേറ്റുകൊണ്ടിരിക്കുന്നു, കൃത്യമായി കാണാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഷുഗറൊക്കെ പെട്ടിട്ട് കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയവർ, നമ്മളതിനെക്കുറിച്ച് ബോധേഡാകേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ നമുക്കിതൊക്കെ സംഭവിക്കുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം. അതുകൊണ്ട് നമ്മൾ തുടക്കം മുതലേ നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരാനിരിക്കുന്നുണ്ട്, എൻ്റെ കാഴ്ചശക്തി കുറച്ചും കൂടെ കഴിഞ്ഞാൽ എനിക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ നല്ലോണം കെയർ കൊടുക്കണം എന്നൊരു ചിന്താഗതി നമ്മിൽ വന്നിട്ട് എപ്പോഴും നാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. നമുക്ക് അള്ളാഹു നൽകിയ ഓരോ അനുഗ്രഹങ്ങളും നമ്മിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് അതിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതൊരു പോയിൻ്റാണ്. നമുക്ക് കൈയില്ലാത്തവൻ്റെ ഒരു വേദന തിരിയൂല, കണ്ണില്ലാത്തവൻ്റെ ഒരു വേദന നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, കേൾവിശക്തി ഇല്ലാത്തവൻ്റെ ഒരു വേദന നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഏതുവരെ മനസ്സിലാക്കാൻ പറ്റില്ല? നമ്മളത് അനുഭവിക്കുന്നത് വരെ. അങ്ങനെയാണ്, നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വേദന അറിയുള്ളൂ. അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിലെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പരിഹാരങ്ങൾ അതിനുണ്ട്. ആത്മീയമായിട്ട് നമുക്ക് അനിവാര്യമായും വേണ്ട ഒരു കാര്യമാണല്ലോ കാഴ്ചശക്തി. അപ്പോൾ കാഴ്ചശക്തി നഷ്ടപ്പെടാതിരിക്കാൻ ആത്മീയമായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില വഴികളാണ് ഇന്നിവിടെ പറയുന്നത്. നിങ്ങൾ കൃത്യമായി ഡെയിലി റൊട്ടീനിൽ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ തീർച്ചയായും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല കാഴ്ചശക്തി നിലനിർത്തി തരാൻ കാരണമാകും. മരണപ്പെടുന്നത് വരെ നമുക്ക് അള്ളാഹു നൽകിയ ഈ കാഴ്ചശക്തി അതങ്ങനെ നിലനിൽക്കണം. അതിനു വേണ്ടിയുള്ള അമലാണ് പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് മനസ്സിലാക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും ബുക്ക് ചെയ്യാതെയും വിളിക്കാതെയൊക്കെ വരുന്നുണ്ട്. നമ്മളിതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറാത്തുകളിലേക്ക് നമ്മയൊക്കെ അടുപ്പിക്കട്ടെ. അവൻ അനുഗ്രഹിച്ച ധാരാളം നിഅമത്തുകൾ നൽകുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. നമ്മുടെ കാഴ്ചശക്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ നന്നായിട്ട് കാഴ്ചശക്തിയുള്ളവരുണ്ട് അല്ലേ? അത് നിലനിർത്തി തരാൻ വേണ്ടി എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അതിനു വേണ്ടിയുള്ളൊരു ദുആ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. നമ്മളെ കാഴ്ചശക്തി യഥാർത്ഥത്തിൽ അത് നഷ്ടപ്പെടാതിരിക്കാൻ ഭൗതികമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയൊക്കെ വേണം കേട്ടോ. അതോടുകൂടെയാണ് നമ്മളീ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളെ പരിചയപ്പെട്ടു. ഇങ്ങനെ ഒരു വീട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടതാണ്. അദ്ദേഹം സംസാരിച്ചത് എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. ഞാനിങ്ങനെ എൻ്റെ വാഹനം ഓടിച്ച് എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ കിടന്നുറങ്ങാൻ വേണ്ടി പോയി. എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു, എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. വല്ലാത്തൊരു അനുഭവം. ഞാനത് കേട്ട് ഷോക്കായി പോയി ശരിക്കും. കാരണം അങ്ങനെ സംഭവിക്കുമോ എന്ന് വിചാരിച്ചിട്ട്. ചിലരൊക്കെ ഇങ്ങനെ പറയലുണ്ട്, തിമിരം വന്നു, കുറേ നാൾ കഴിഞ്ഞു, ഇങ്ങനെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു, അങ്ങനെ പറയാറുണ്ട്. ഇതങ്ങനെയല്ല. അദ്ദേഹം വാഹനം ഓടിച്ച് വീട്ടിൽ വന്നു, സ്വന്തമായി ഡ്രൈവ് ചെയ്ത് രാത്രിയിൽ അങ്ങനെ വാഹനം ഓടിച്ച് വീട്ടിൽ വന്നിട്ട് അദ്ദേഹം നേരെ കിടന്നുറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത്, ഈ ഒരു കിടന്നുറങ്ങി എഴുന്നേറ്റ സമയത്ത് പിന്നെ അദ്ദേഹത്തിൻ്റെ ആ പഴയ അനുഗ്രഹം നഷ്ടപ്പെട്ട രൂപത്തിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ വാഹനമൊക്കെ അവിടെ മൂടിക്കെട്ടി വെച്ചിട്ടുണ്ട്. വല്ലാത്തൊരു പരീക്ഷണം. ദുനിയാവുമ്പോൾ അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. എങ്കിൽ നമുക്ക് താങ്ങാവുന്നതേ റബ്ബ് നൽകുള്ളൂ. അപ്പോൾ നമ്മളതൊക്കെ എന്ത് ചെയ്യണം? ക്ഷമിച്ച് മുന്നോട്ട് പോകണം. എപ്പോഴാണ് എന്താണ് വരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ കാഴ്ചശക്തി നഷ്ടം അതിപ്പോൾ എന്തെങ്കിലും ഒരു കാരണം അതിന് പിന്നിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ചോദിച്ചു അദ്ദേഹത്തിനോട്. അപ്പോൾ ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ അതിന് അങ്ങനെ ചിലപ്പോൾ ഒക്കെ സംഭവിക്കാറുണ്ട്, അപൂർവമായിട്ട് സംഭവിക്കാറുണ്ട് എന്നൊരു എക്സ്പ്ലനേഷനാണ് കൊടുത്തത്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അവർക്ക് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, നല്ല കാഴ്ചശക്തി തിരിച്ചു നൽകട്ടെ. അങ്ങനെയൊക്കെ ദുആ നിങ്ങളൊക്കെ ആമീൻ പറയും എന്ന പ്രതീക്ഷയിലാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കാഴ്ചശക്തി നമുക്ക് നഷ്ടപ്പെടാതെ അത് സ്ഥിരമായി നിലനിൽക്കണം. അപ്പോൾ അതിന് നമ്മൾ ഭൗതികമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും വേണം. ഇപ്പോൾ പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള സമീകൃത ആഹാരം കഴിക്കുന്നത് അത് കാഴ്ചശക്തി കൂടാനും പ്രായമാകുമ്പോൾ സാധാരണയായി കാണപ്പെടുന്ന
അവരുടെ പ്രായവുമായി ബന്ധപ്പെട്ട കണ്ണ് രോഗങ്ങൾ വരുന്നതൊക്കെ കുറയ്ക്കാനും അത് കാരണമാകുന്നതാണ്. അപ്പോൾ പോഷകങ്ങളടങ്ങിയ സമീകൃത ആഹാരങ്ങൾ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഏതാ? അത് ഈ omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു വീഡിയോയിൽ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള, ആസിഡുകൾ അടങ്ങിയിട്ടുള്ള അത് പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഉപകാരങ്ങൾ നൽകും. അത്തരം ഭക്ഷണ രീതികളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചിലതാണ് ഈ ഇലക്കറികൾ കഴിക്കുക എന്നുള്ളത്. ഇന്നിപ്പോൾ അതെല്ലാം പോയിട്ടോ, ഇലക്കറികൾ കഴിക്കുക, ആ ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ മാറി. ആർക്കും അത് ഇഷ്ടമില്ല. പുതിയതായി വരുന്ന തലമുറയിലെ ചെറിയ മക്കൾക്ക് തീരെയും അത് പിടിക്കൂല, ഇഷ്ടമില്ല. നമ്മളൊക്കെ അവർക്ക് കൊടുക്കണം. എന്തിനു കൊടുക്കണം? ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. അവരുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കേണ്ട ഇൻറ്റേർണൽ ഓർഗൻസിനെ അവർക്ക് പോസിറ്റീവായി സംഭവിപ്പിക്കാവുന്ന ഒരുപാട് ഗുണങ്ങൾ കിട്ടാനുണ്ട്. അതൊന്നും കൊടുത്തില്ലെങ്കിൽ നഷ്ടപ്പെടും. ഈ ചീര, അതേപോലെയുള്ള ഇലക്കറികൾ, ഇല കൊണ്ടുണ്ടാക്കിയത്, ഇങ്ങനത്തൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയാൽ അത് ഒരുപാട് കാര്യങ്ങളാണ്. അതുകൊണ്ട് നേട്ടങ്ങൾ, പ്രത്യേകിച്ച് കാഴ്ചയുമായി ബന്ധപ്പെട്ടൊക്കെ. നമ്മുടെ മക്കൾ ഇന്നത് കഴിക്കുന്നില്ല. നമ്മുടെ മക്കൾക്ക് ഇഷ്ടമുള്ള ജങ്ക് ഫുഡ്സും ഫാസ്റ്റ് ഫുഡ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഇത് കാരണമായിട്ട് അവർക്ക് എന്തെങ്കിലും ഭാവിയിൽ രോഗം ഉണ്ടാകുമ്പോൾ അതിന് നമ്മൾ നമ്മുടെ വീടും പുരയിടമൊക്കെ വിറ്റ്, സ്ഥലമൊക്കെ വിറ്റ് അതിനു വേണ്ടി നമ്മൾ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നു, പ്രയാസപ്പെടുന്നു. നേരെ മറിച്ച് ചെറുപ്പത്തിലെ നമ്മുടെ മക്കളെ നമ്മൾ ഇത്തരം ഇലക്കറികളും ഇങ്ങനെയുള്ള പയറുവർഗ്ഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുത്താൽ നമുക്കൊരുപാട് നേട്ടങ്ങളുണ്ട്. ഭാവിയിൽ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് ഒരുവിധം നമുക്ക് തടയാൻ പറ്റും. മാത്രമല്ല, ഈ പറഞ്ഞ പോഷകാഹാരങ്ങൾ കഴിക്കാൻ ചിലവ് കുറവാണ്. നമ്മളൊരു ജങ്ക് ഫുഡ്സും ഫാസ്റ്റ് ഫുഡ്സും ഒക്കെ കഴിക്കുകയാണെങ്കിൽ അതിന് എക്സ്പെൻസ് കൂടുതലുമാണ്. എല്ലാം കൊണ്ടും നമുക്കതാണ് ഗുണം. നമ്മുടെ സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ അതാണ് ഗുണം. അതിനോടൊപ്പം തന്നെ ഭാവിയിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയൊക്കെ വലിയ ചിലവ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടതുമായി ബന്ധപ്പെട്ടും നമുക്ക് വലിയ ഗുണം അതുകൊണ്ട് ലഭിക്കും. അതേപോലെ തന്നെ മത്സ്യങ്ങൾ, ഇത് നന്നായിട്ട് കഴിക്കാൻ വേണ്ടി കൊടുക്കുക. ഈ വാൽനട്ട്, ചിയാ സീഡ്സ് അറിയില്ല, ചിയാ സീഡ്സ്, അതേപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒന്ന് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ. അത് നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കാൻ കാരണമാകും. ചില ആളുകളൊക്കെ കണ്ടിട്ടില്ലേ, ഈ സെലിബ്രിറ്റീസുകളൊക്കെ അവർ പുറത്തിറങ്ങുമ്പോൾ ഈ സൺഗ്ലാസ് വെക്കും. ഈ സൺഗ്ലാസ് വെക്കുന്നത് വിലപിടിപ്പുള്ള നല്ല ലക്ഷറി ആയിട്ടുള്ള സൺഗ്ലാസ്സൊക്കെ വെക്കുമ്പോൾ പലരും വിചാരിക്കും അവരിതൊക്കെ വെക്കുന്ന യഥാർത്ഥത്തിൽ ഒരു സ്റ്റൈലിന് വേണ്ടി വെക്കുന്നതാണ്. കേവലം അതൊരു സ്റ്റൈലിന് വേണ്ടി മാത്രമല്ല, ഈ സൂര്യനിൽ നിന്ന്, സണ്ണിൽ നിന്ന് വരുന്ന ഈ അൾട്രാ വയലറ്റ് രശ്മികൾ, UV, ഈ രശ്മികളൊക്കെ പുറപ്പെടുവിക്കുന്ന ഇത്തരം ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ നേരത്തെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനു വേണ്ടി ചെയ്യേണ്ടതൊക്കെ നന്നായിട്ട് ചെയ്യണം. ഞാൻ ഇന്നിവിടെ പറയുന്ന ഇതൊന്നല്ല, ആത്മീയമായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ മൈഗ്രെയിൻ, തലവേദനയൊക്കെയുള്ള ആളുകൾക്ക് പലപ്പോഴും കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട്. അപ്പോൾ അത് നെവർ മൈൻഡ് ആക്കാതെ സ്റ്റാർട്ടിങ്ങിലെ ആ പ്രശ്നങ്ങൾക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യാം. ചിലപ്പോൾ നമ്മൾക്ക് കണ്ണ് രോഗങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ണിൻ്റെ ഉള്ളിലേക്ക് ഉറ്റിക്കേണ്ട മറ്റേ മെഡിസിൻസൊക്കെ തരും. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡോസും അതിൻ്റെ കണക്കും അനുസരിച്ച് മാത്രം യൂസാക്കാം. അങ്ങനെയും കണ്ണ് രോഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരാറുണ്ട്. തിമിരൊക്കെ തിമിരൊക്കെ ഉള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ പ്രായമായവരിലാണ് താരതമ്യേന അത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ അത് കാഴ്ചശക്തി കുറയുന്നത്, ഈ തിമിരം വന്നു കഴിഞ്ഞാൽ കാഴ്ചശക്തി കുറയുന്നതുമായി ബന്ധപ്പെട്ട ലക്ഷണമാണത്. ഗ്ലൂക്കോമയുള്ളവരുണ്ട്, ഈ ഡയബറ്റിക് ഉള്ള ആളുകൾ, പ്രമേഹമുള്ള ആളുകൾക്ക് അതിലെ ഈ ഷുഗർ ശരിക്ക് കണ്ണിലെ റെറ്റിനയെ ബാധിക്കുകയും അത് പുതിയ രക്തക്കുഴലുകൾ രൂപപ്പെടാൻ കാരണമാകുകയും ചെയ്യും. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടവർക്ക് രോഗങ്ങൾ വരും. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് പരിഹാരങ്ങൾ അപ്പോൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോയില്ലെങ്കിൽ പിന്നീടത് നമ്മുടെ വിഷയങ്ങളൊക്കെ ബാധിക്കും. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. നമുക്ക് ആത്മീയമായി ഇതിന് ചെയ്യേണ്ട വഴികൾ എന്താണെന്ന് ചോദിച്ചാൽ, സുബഹയുടെയും സുബഹ നിസ്കാരത്തിൻ്റെ മുമ്പുള്ള സുന്നത്തിൻ്റെയും, അപ്പോൾ സുബഹി നിസ്കാരത്തിൻ്റെയും ആ സുന്നത്തിൻ്റെയും ഇടയിൽ 41 തവണ ഫാത്തിഹ പാരായണം ചെയ്യുക. അങ്ങനെ ഫാത്തിഹ പാരായണം ചെയ്താൽ കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് അത് ശിഫ നൽകപ്പെടും എന്നുള്ളതാണ്.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിതങ്ങൾക്കോ കുടുംബത്തിലെ ആർക്കെങ്കിലുമൊക്കെ കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ബാധിച്ചാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദുആ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ദുആൻ്റെ ഒരു പവിത്രത മനസ്സിലാക്കണം. നബിതങ്ങളുമായി ബന്ധപ്പെട്ട ആർക്കോ കുടുംബങ്ങളിലുള്ളവർക്കോ കണ്ണ് രോഗം ബാധിച്ചാൽ അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിരുന്ന ദുആ നമുക്ക് നമ്മുടെ കണ്ണുവേദനയ്ക്ക് ദുആ ചെയ്യാം. ഏതാണ് ആ ദുആ? ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്നുണ്ട്, അല്ലാഹുമ്മ മത്തിഅനി ബിബസരി വജഅൽഹുൽ വാരിസ മിന്നി വഅരിനി ഫിൽ അദുവ്വി സഇരി വൻസുർനി അലാ മൻ ളലമനി എന്ന് പറയുന്ന ദുആ. ഈ ദുആ നമ്മൾ പതിവാക്കുക. ഞാനത് എഴുതിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ അത് എഴുതിയത് ഞാൻ അയക്കുന്നുണ്ട്. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് അത് നമ്മൾ ദുആ ചെയ്യുക. ഹബീബായ തങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും നബിതങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്തതാണ്. ഇനി പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇന്ത്യയിൽ വളരെയധികം പ്രശസ്തമായ നമുക്കൊക്കെ പരിചയമുള്ള ഒരു മഹാനായ വലിയ ഉന്നത സ്ഥാനത്തുള്ളവരാണ് മഹാനരായ ഷെയ്ഖ് ഫരീദുദ്ദീൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ഒരിക്കൽ പറയുന്നുണ്ട്, ഒരാൾ അവരുടെ 2 വിരലുകളുടെ തള്ളവിരലിൻ്റെ മുകളിലേക്ക് ഒരായത്തുണ്ട്. ആയത്ത് ഞാൻ അവസാനം പറയാം. ആ ആയത്ത് ഓതിയിട്ട് അത് ചുംബിച്ച് കണ്ണിങ്ങനെ തടവിയാൽ 7 തവണ ആയത്ത് ഓതണം. അങ്ങനെ കണ്ണ് തടവിയാൽ ആ രോഗം, കണ്ണുമായി ബന്ധപ്പെട്ട ആ രോഗം ശിഫയാകും. ഓരോ തവണയിലും തടവുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലൊരു സ്വലാത്തും കൂടെ ചൊല്ലണം. എന്നിട്ട് അതിങ്ങനെ ചുംബിച്ചിട്ട് കണ്ണിങ്ങനെ തടവുക. അങ്ങനെ തടവിക്കഴിഞ്ഞാൽ കണ്ണു രോഗം അത് ശമിക്കും. കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും. കാഴ്ചശക്തി വർദ്ധിക്കും. ഏതാണ് ആയത്ത് എന്ന് ചോദിച്ചാൽ ആയത്ത് ഞാൻ ഡിസ്പ്ലേയിൽ കാണിക്കാം. ആയത്ത് ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ് എന്ന് പറയുന്ന ആയത്ത്, സൂറത്തു ഖാഫിലെ 22-ാമത്തെ ആയത്ത്, അതിൻ്റെ ആ ഭാഗം. ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. വളരെ സവിശേഷമേറിയ ആയത്താണ്. കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാഴ്ചശക്തി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മഹാന്മാരൊക്കെ പറഞ്ഞ മറ്റൊരാമലുണ്ട്. അവർക്ക് പിന്നീട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, ചെങ്കണ്ണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു വിഷയങ്ങളും അവർക്ക് ഉണ്ടാകില്ല എന്ന് നമ്മുടെ ഷാഫി മദ്ഹബിലേക്ക് ആധികാരിക ഗ്രന്ഥം ഫത്ഹുൽ മുഈൻ ദർസുകളിലും ഉസ്താദുമാരും ആലിമീങ്ങളൊക്കെ സാധാരണ മസ്അല പറയാൻ, നിങ്ങൾക്കൊരു വിഷയം പറയുമ്പോൾ അതിലെ വിധി എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എടുത്ത് ഹ്രസ്വമായിട്ട് നോക്കാൻ പറ്റുന്ന കിതാബാണ് ഫത്ഹുൽ മുഈൻ. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളാണ് അത് രചിച്ചിട്ടുള്ളത്. പൊന്നാനിയിലൊക്കെ പോകുമ്പോൾ അവിടെ സിയാറത്ത് ചെയ്യണം. അതേപോലെ പൊന്നാനിയിൽ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ ഒരുപാട് പരമ്പര അവിടെയുണ്ട്. കുഞ്ഞിപ്പള്ളിയിലുണ്ട്. അവിടെയൊക്കെ പോകുന്ന സമയത്ത് സിയാറത്ത് വർദ്ധിപ്പിക്കണം. അവിടെയൊക്കെ ഒരുപാട് മുസന്നിഫീങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ഫത്ഹുൽ മുഈനിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് കിതാബുകളുടേത് ഈ പറഞ്ഞ 2 പള്ളികളിലുമായി അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അവിടെയൊക്കെ പോകുന്ന വഴിയോരങ്ങളിൽ സിയാറത്ത് ചെയ്യാം. മഹാന്മാരുടെ മദദു നസ്റൊക്കെ കിട്ടും. എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന സമയത്ത്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന സമയത്ത് മുഹമ്മദ് എന്നുള്ള പദം കേൾക്കുമ്പോൾ മർഹബൻ ബി ഹബീബി വ ഖുറത്തി ഐനി മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് ഈ തള്ളവിരലുകളിൽ ചുംബിക്കുകയും ആ വിരലുകൾ കൊണ്ട് കണ്ണുകളെ തടവുകയും ചെയ്താൽ അവന് കണ്ണുരോഗവുമായി ബന്ധപ്പെട്ട, കണ്ണുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ഉണ്ടാകില്ല. ഇത് ഈ പറയുന്ന ഫത്ഹുൽ മുഈനിനെ വിശദീകരിച്ച് മഹാനരായ മുഹമ്മദ് ഷത്ത് ദമ്യാത്തി സയ്യിദുൽ ബക്കരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ വിഖ്യാതമായ ഈ ആനത്ത് ത്വാലിബീനിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചതാണ്. നമ്മളൊക്കെ ദർസിൽ ഓതി പഠിക്കുന്ന കാലം മുതലേ നമ്മളിത് കേൾക്കുന്നതാണ്, മനസ്സിലാക്കുന്നതാണ്. നമ്മൾ ഉസ്താദുമാരൊക്കെ അതിങ്ങനെ ചെയ്തു വരുന്നത് കണ്ട് ഞങ്ങളും അതൊക്കെ ശീലിച്ചതാണ്. അള്ളാഹു നമുക്കൊക്കെ അത് പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ ചൊല്ലുന്നവരുണ്ടെങ്കിൽ അറിയിക്കണം. വലിയ വലിയ ആശിഖീങ്ങളും അള്ളാഹുവിൻ്റെ ഹബീബിന് അങ്ങേയറ്റം മഹബത്ത് വെക്കുന്നവരും സല്ലല്ലാഹു അലൈഹി വസല്ലം അവരൊക്കെ മുഹമ്മദ് എന്നുള്ള പദം ഇങ്ങനെ കേൾക്കുമ്പോഴേക്കും ഇങ്ങനെ ചെയ്യുന്നത് നമുക്കൊക്കെ ശ്രദ്ധയിൽപ്പെടും. അള്ളാഹു ഹബീബായ തങ്ങളെ അങ്ങേയറ്റം ഇഷ്ക് വെക്കാനും അവിടത്തോട് മഹബത്ത് വെക്കാനും അത് കാരണമായിട്ട് നാളെ ഷഫാഅത്ത് ലഭിക്കാനും
ആ കൂട്ടത്തിലൊക്കെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.